പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. മുഖവരയില്ലാതെ കാര്യം പറയാം. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ എങ്ങും എത്താത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഡിഗ്രി പ്രിലിംസിന് 20 മാർക്ക് ഈസി ആയിട്ട് ഇനി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇനിയുള്ള സമയം എങ്ങനെ പഠിക്കണം, ഒരു അധ്യാപകൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സോഴ്സും എങ്ങനെയൊക്കെ പഠിക്കണം, കുറഞ്ഞ സമയം കൊണ്ട് ഏതൊക്കെ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ പറയാം. ഇത് വർഷങ്ങളുടെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് മാത്രമല്ല 20 മാർക്കിന് ഇംഗ്ലീഷ് ചോദിക്കും. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നമുക്കറിയാം. ഈ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ 11 ടോപ്പിക്കാണ്. 10-11 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. വൊക്കാബുലറിയിലും കൊടുത്തിട്ടുണ്ട് 11 ടോപ്പിക്ക്. ഓക്കെ, അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ കോമൺ യൂസ്ഡ് അബ്രീവിയേഷൻസും അതുപോലെ പ്രോവർബ്സും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള സമയത്തൊരു തുടക്കക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാത്തതിനെ സംബന്ധിച്ച് പാടാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് കുറച്ച് ടോപ്പിക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ 10 ഗ്രാമർ ടോപ്പിക് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും 20 മാർക്കിൽ 10 മാർക്ക് ഗ്രാമറാണ്, 10 മാർക്ക് വൊക്കാബുലറിയാണ്. അപ്പം 10 ഗ്രാമർ ടോപ്പിക് ഉണ്ടെങ്കിൽ ആ 10 മാർക്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കില്ലേന്ന്. പക്ഷെ ഒരു ചെറിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവിടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് മാത്രമാണ്. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നൗൺ, പ്രോനൗൺ. ഈ നൗണും പ്രോനൗണും ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല. അഡ്ജക്റ്റീവ്, ആഡ്വർബ് അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പ്രത്യേകം കൊടുത്തിട്ടില്ല. പക്ഷേ അത് അഡ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരുപാട് ഡിവിഷൻസും സബ് ഡിവിഷൻസും ഒക്കെ ഗ്രാമറിൽ വരുന്നുണ്ട്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല. വൊക്കാബുലറിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും വൊക്കാബുലറിയിൽ എങ്ങനെയാണ് സബ് ഡിവിഷൻ വരുന്നത്? ഇപ്പോൾ ഫ്രേസൽ വെർബിനകത്ത് എന്ത് സബ് ഡിവിഷനാണ്? ഇല്ല, ഫ്രേസൽ വെർബിനകത്തില്ല. പക്ഷേ ഉണ്ട്. ഇപ്പം ഈ വൺ വേർഡ് എന്ന് പറയുന്ന ടോപ്പിക് അറിയാം. വൺ വേർഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പം റിട്ടൺ ഡിക്ലറേഷൻ മേഡ് ആൻ ഓത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ എഴുതി കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലം, അതിൻ്റെ ഒറ്റവാക്ക് അഫിഡവിറ്റ്. ഇതുപോലുള്ള ചോദ്യങ്ങളാണല്ലോ നമ്മൾ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു വെക്കുന്നത്. പക്ഷേ ഈ വൺ വേർഡിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ സ്റ്റഡി, ഇപ്പം ഇന്നതിനെക്കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ആന്ത്രോപോളജി, സ്റ്റഡി ഓഫ് ബേർഡ്സ് ഓർണിത്തോളജി, കണ്ടോ അത് കുറേ ഉണ്ട്. ഫോബിയ പേടി, പിന്നെ ഹൈഡ്രോഫോബിയ വെള്ളത്തെ പേടി, മനസ്സിലായല്ലോ. അങ്ങനെ മാനിയ അതിനോടുള്ള ഭ്രമം, ഇങ്ങനെ പിന്നെ ആനിമൽസും അവ താമസിക്കുന്ന സ്ഥലത്തിനെയും വിളിക്കുന്ന പേര് അത് ചോദിക്കും. ആനിമൽ ഉണ്ടാക്കുന്ന സൗണ്ട്, ഇതൊന്നും നമ്മൾ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടില്ല. സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഫോറിൻ ഫ്രേസസ്, ജെൻഡർ നൗൺ, കളക്റ്റീവ് നൗൺ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യമുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 40 ദിവസം ഇല്ല നമ്മുടെ മുമ്പിൽ പരീക്ഷയ്ക്ക്, നമുക്കറിയാം. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാം. ഇനി അങ്ങോട്ട് ഹോട്ട് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചാനൽ 80,000 സബ്സ്ക്രൈബേഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് സമയം ഞാൻ അപഹരിക്കില്ല, പെട്ടെന്ന് കാര്യം പറഞ്ഞുതരാം. ഗ്രാമറിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിക് ഇത്രയാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചതിൽ നിന്നാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം വരുമെന്ന് തോന്നുന്നത്. ഇത് നിങ്ങൾക്കും പ്രഡിക്റ്റബിൾ ആണ്, എനിക്കറിയാം. ആർട്ടിക്കിൾ എ ആൻഡ് ദ ഞാൻ പരിശോധിച്ചപ്പം കഴിഞ്ഞ പല പരീക്ഷകൾക്കും ആർട്ടിക്കിൾ ഇല്ലാതൊരു ചോദ്യമില്ല. അത് LP UPയിലും ചോദിച്ച്, കേറ്ററ്റിലും ചോദിച്ച് എന്ന് വേണ്ട CSCB പരീക്ഷയ്ക്കും എല്ലാം ചോദിക്കുന്നുണ്ട്. എ ആൻഡ് ദ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ക്ലാസ് നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ യൂട്യൂബിലുള്ള ക്ലാസ് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് അത് ഞാൻ പറയാം. ആപ്പിൽ വരുന്നവർക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഈ സാധനം കിട്ടും. ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സ് എടുത്താൽ ക്വസ്റ്റ്യൻ ടാഗ് 2.5 മണിക്കൂർ, 2.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു 18 ലെവലുണ്ട്. അത് പഠിച്ചാൽ 1 മാർക്ക് ഉറപ്പാണ്. ആക്റ്റീവ് പാസീവ് വോയിസ് 18 ലെവലുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. ഒരു 3.5 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യണം. കാരണം എല്ലാത്തിലും ആക്റ്റീവ് പാസീവ് വോയിസ് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ട് സ്പീച്ച് അതേ ടൈം മതിയാകും. ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ അത്രയും കട്ടിയില്ല. ഈഫ് ക്ലോസ് 1.5 മണിക്കൂർ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈഫ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ്, അതിനകത്ത് അൺലെസ്സും വരുന്നുണ്ട്. നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടെൻസസ് ഇൻ കണ്ടീഷണൽ എന്നാണ്. ഇനി ഉറപ്പായിട്ടും ചോദിക്കുന്ന ഗ്രാമറിൽ ചോദിക്കുന്ന യൂസ് ഓഫ് ടെൻസ്. ഇത് ടെൻസ് വാരി വലിച്ച് പഠിക്കണ്ട. യൂസ് ഓഫ് ടെൻസിൻ്റെ ഒരു ക്ലാസ് നമ്മുടെ
പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. 10 ടെൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം. അത് കണ്ടിട്ട് പോയാൽ അതൊരു 30 മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒരു ചോദ്യം കാണും. ഞാൻ ഈ എഴുതിയിരിക്കുന്നത്, അപ്പം നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഒന്നുമില്ല, ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. സിലബസിൽ ഞാൻ പറഞ്ഞതാണ്ട് ഇത്രയും മണിക്കൂർ കൊണ്ട് ആദ്യം ഇതിനൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു വരവും കൂടെ വരാം, കുറച്ചധികം കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത്രയും ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാവോ നിങ്ങൾ? ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ മണിക്കൂർ, നിങ്ങൾ നോക്കൊരു 10 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. യൂസ് ഓഫ് ടെൻസ് 30 മിനിറ്റിൻ്റെ ക്ലാസ് ഞാൻ തരാം. ഡിഗ്രി അത് യൂട്യൂബിൽ തന്നെ തരാം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്, ടാള്, ടാളർ, ടാളസ്റ്റ്, അതൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഗ്രാമറിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് പറയാം രഞ്ജിത്ത് സാറ് പറഞ്ഞതിനകത്തുനിന്ന് എന്തൊക്കെ ചോദിച്ചു. വൊക്കാബുലറി, വിശാലമായൊരു വൊക്കാബുലറി ഉണ്ട്. ആദ്യം നമ്മൾ ഒരുപാടുള്ളത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കണം. സിനോണിം നമ്മൾ എത്ര കടന്ന് പഠിച്ചാലും നമ്മൾ പഠിക്കുന്നത് ചോദിക്കത്തില്ല. പര്യായം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിലെ ഏത് വേർഡും ചോദിക്കാം. കുറച്ച് പഠിച്ചു വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫോറിൻ ഫ്രേസസ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫോറിൻ ഫ്രേസസ് ഇല്ലാതെ ഒരു ചോദ്യ പേപ്പർ ഇല്ല. ഓക്കെ, കുറച്ചൊക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ആൻറ്റോണിംസ് ഓപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട്. സിനോണിംസ് നമുക്ക് മാറ്റി നിർത്താം. ആൻറ്റോണിംസ് പഠിക്കണം, കാരണം സിനോണിംസിൻ്റെ അത്രയില്ല, എല്ലാ വാക്കുകൾക്കും ഓപ്പോസിറ്റ് ഇല്ല. പിന്നെ ഈ അടുത്ത സമയത്ത് ചോദിച്ചതെല്ലാം എളുപ്പമുള്ള ആൻറ്റോണിംസ് ആണ്, കട്ടി ചോദിക്കുന്നില്ല. ഫ്രേസൽ വെർബ്സ് ഉറപ്പാണ്. ഇപ്പോൾ പുട്ട് ഓൺ, പുട്ട് ഓഫ്, ഇപ്പോൾ ഡിഗ്രിയുടെ ആയതുകൊണ്ട് അത് തന്നെ ചോദിക്കാം. സിമ്പിളായിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾ നോക്കിക്കും. ഇഡിയംസ് ആൻഡ് ഫ്രേസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു 2 ക്ലാസ് കണ്ടാൽ മതി, ഒരു 400 ഇഡിയംസ് പഠിച്ചാൽ മതി. 400 ഇച്ചിരി കൂടുതലാണ് എനിക്കറിയാം, പക്ഷേ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. 400 ഇഡിയംസ്, അതിന് മലയാളം അർത്ഥം പഠിച്ചു വെച്ചാലും മതി, പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്പെല്ലിങ് എല്ലാം നിങ്ങൾ എടുത്തു നോക്കുക, എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. 1 വേർഡ്സ്, ഞാൻ പറഞ്ഞ 1 വേർഡ്സിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചാൽ മതി, കാരണം ചോദിക്കുന്നത് അത്ര കട്ടിയുള്ളതല്ല. 1 വേർഡ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഓപ്ഷനിൽ നിന്ന്. ഇപ്പം വൺ ഹു ലവ്സ് മാൻകൈൻഡ്, ഫിലാൻത്രോപ്പിസ്റ്റ്, ദൈവത്തെ വിശ്വസിക്കാത്തവൻ, എത്തീസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ജെൻഡർ നൗൺ മസ്റ്റാണ്, എല്ലാത്തിലും ചോദിക്കും. ജെൻഡർ നൗൺ അല്ലെങ്കിൽ സിംഗുലർ പ്ലൂറൽ. ഇപ്പോൾ സിംഗുലർ പ്ലൂറൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ അക്വേറിയം അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജെൻഡർ നൗൺ എന്ന് പഠിക്കണം. അതായത് ബാച്ചിലർ, സ്പിനിസ്റ്റർ, പുല്ലിംഗവും സ്ത്രീലിംഗവും. കല്യാണം കഴിക്കാത്ത ആണുങ്ങളെ ബാച്ചിലർ, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ സ്പിനിസ്റ്റർ. ഇപ്പോൾ ബോയ് ഗേൾ എന്ന് പറയുന്നത്, അതുപോലത്തെ കുറച്ച് വാക്കുകളുണ്ട്, ഒന്ന് പഠിച്ചു വെക്കണം. അത് എളുപ്പമാർഗ്ഗമുണ്ട്. ഇതിനൊക്കെ ഒരുപാട് സമയം നിങ്ങൾ കളയണ്ട. ആപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ് എല്ലാം സെറ്റാണ്. അത് ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ളതാണ് പഠിപ്പിക്കുന്നത്. വാരി വലിച്ച് പഠിപ്പിച്ച ഒത്തിരി ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്നതിനകത്തുനിന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഇത്രയും തരുന്നു. ഗ്രാമറും വൊക്കാബുലറിയും അല്ലാതെ വരുന്നത് കോമൺ യൂസ്ഡ് അബ്രീവിയേഷൻസും പ്രോവർബ്സും ആണ്. പ്രോവർബ് മാറ്റി നിർത്താം നമുക്ക്, പോട്ടെ. മലയാളം ചോദിക്കാൻ സാധ്യതയില്ല ഡിഗ്രി നിലവാരമുള്ളൊരു സംഭവത്തിൽ. പണ്ട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷൊക്കെ ചോദിക്കും. കോമൺ യൂസ്ഡ് അബ്രീവിയേഷൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ATMൻ്റെ ഫുൾ ഫോം, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അങ്ങനെ കുറച്ച്. ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇത് കൂടാതെ 45 ടിപ്സ് ക്ലാസ് കിടപ്പുണ്ട്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ 45 ടിപ്സ് ക്ലാസ്. അത് ആപ്പിലില്ല. ആപ്പിലുള്ളവരും യൂട്യൂബിനെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഇനിയും അതിനകത്ത് വരും. ഞാൻ 70 ക്ലാസ് ആക്കിയതിന് ശേഷമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനിയും തന്നുകൊണ്ടിരിക്കുകയാണ് ടിപ്സ് ക്ലാസ്സുകൾ. നിങ്ങൾ വേറെ ഒന്നും കണ്ടില്ലേലും നിങ്ങളത് കാണണം. കാരണം നിങ്ങൾക്കൊരു ചിലവുള്ള വകുപ്പല്ല, ഛേദമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് കാണണം. അത് ഒരു ക്ലാസ്സിൽ പറയുന്ന ടിപ്സുകൾ വേറൊരു ക്ലാസ്സിൽ ഞാൻ ആവർത്തിച്ചിട്ടില്ല. എടുത്തു നോക്ക്. അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനും മാത്രം ടിപ്സ് ഇംഗ്ലീഷിലുണ്ടോയെന്ന്. ഇനിയുണ്ട്. ഇനി ഒരു 40 ക്ലാസ് കൂടെ തരാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണണം. തീർന്നില്ല. എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനകത്ത് 600ഓളം ടിപ്സുകളുണ്ട്. വായിച്ച് നോക്കിയാൽ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന. ഇപ്പം പ്രിഫർ, റെഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ, ഇവയ്ക്ക് ശേഷം ടു ഉപയോഗിക്കുക. എന്നാൽ ഓൾഡറിന് ശേഷം ദാൻ ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് വ്യൂ ടു, ഒബ്ജക്റ്റ് ടു, ഇൻസിസ്റ്റ് ഓൺ, ഈ പറയുന്ന വാക്കുകൾക്ക് ശേഷം ING ഉപയോഗിക്കുക. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാൽ ആംഗ്രി വിത്ത്, ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാൽ ആംഗ്രി അറ്റ്. ഇങ്ങനെ പറയുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ കാണാതെ പഠിക്കാൻ കഴിയുന്ന 600ഓളം ടിപ്സുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് പഠിക്കണം. ആ ബുക്ക് വേണമെങ്കിൽ 9847928178 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. ബുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യാതെ വിളിക്കേണ്ട. ഓക്കെ, സോ ആ ബുക്ക് വായിച്ച് നോക്കിയാൽ കിട്ടും. ഇനിയും സമയമുണ്ടല്ലോ, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾക്കും പ്രയോജനപ്പെടും. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം? പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ കുറച്ച് ക്ലാസ്സിൽ, ഒരുപാടൊന്നുമില്ല, കാരണം ഞാൻ വന്നിട്ട് ഇപ്പോൾ 100 ദിവസമേ ആയുള്ളൂ.
കുറച്ച് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് 2025 മാത്രം എടുത്തത് 3 ക്ലാസ് കിടപ്പുണ്ട്. ഒന്ന് കണ്ടു നോക്ക്, ബാക്കി ഞാൻ ചെയ്തു തരാം. പരീക്ഷാ ബേസ്ഡ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ രാത്രി ഞാനും വിശാഖ് സാറും കൂടെ നാളെ രാത്രി 7 മണിക്ക് ലൈവ് വരുന്നുണ്ട്. ഈ ചാനലിൻ്റെ മെയിൻ ചാനലിലൂടെ വരുന്നുണ്ട്. ഓക്കെ, ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചെയ്യിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണണം, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ബുക്ക് ലളിതം പബ്ലിക്കേഷൻ്റെ 4700 പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ഇംഗ്ലീഷിൻ്റെ മാത്രമാണ്. 2010 മുതൽ 2025 അവസാനം വരെയുള്ള സകല പരീക്ഷകളുടെയും, ഈവൻ HST ഹൈസ്കൂൾ ടീച്ചർ, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വരെയുള്ള പരീക്ഷകളുടെ ഇംഗ്ലീഷ് ഗ്രാമർ, അതിൻ്റെ ഉത്തരങ്ങൾ മലയാളത്തിൽ എക്സ്പ്ലനേഷനുള്ളൊരു ബുക്കുണ്ട്. വലിയ ബുക്കാണ്. ആ ബുക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചുതരാം. ഇത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷ ചെയ്ത് പഠിക്കണം. 2000 ചോദ്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഞെട്ടും, 2000 ചോദ്യങ്ങൾ ചെയ്യാൻ ഇനി സമയമുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങളെ 2 മണിക്കൂർ വേണ്ട, 4 മണിക്കൂർ കൊണ്ട് 2000 ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഞാൻ വീട്ടിലിരുത്തി എൻ്റെ സ്റ്റുഡൻസിനെ 4 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്, വളരെ ഫാസ്റ്റായിട്ട്. 2000 ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, ഞാൻ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാജറേഷൻ, ഒരുപാട് തള്ളലാണെന്ന് തോന്നും. നിങ്ങൾ 1-2 ദിവസം എടുത്ത് ചെയ്ത് തീർത്താൽ മതി. ക്വസ്റ്റ്യൻ എടുക്കുക, ചെയ്യുക, 10 ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ 20 ചോദ്യം ചെയ്യുക, ആൻസർ ചെക്ക് ചെയ്യുക, മാർക്ക് ടിക്ക് ചെയ്യുക. എഴുതാതെ വിട്ടതിൻ്റെയും തെറ്റിപ്പോയതിൻ്റെയും മാത്രം എക്സ്പ്ലനേഷൻ വായിക്കുക. അടുത്ത ചോദ്യം ചെയ്യുക. ആദ്യം കിട്ടുന്ന 2 മാർക്കായിരിക്കും ചിലപ്പോൾ 10-ൽ, 20 ചിലപ്പോൾ 3 മാർക്കായിരിക്കും. പക്ഷേ നിങ്ങൾ 2000 ചോദ്യം ചെയ്ത് തീരുമ്പോൾ നിങ്ങളുടെ മാർക്ക് 18 അല്ലെങ്കിൽ 10-ൽ 9 എത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം, കോൺടാക്ട് ചെയ്ത് പറയണം, എനിക്ക് മെനക്കേടായിരുന്നു, ചുമ്മാ അത് ചെയ്തൊരു കാര്യമില്ലെന്ന്. ആവർത്തിച്ച് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം? 2010 മുതലുള്ളതാണോ ആദ്യം ചെയ്യേണ്ടത്? അല്ല, ഒരിക്കലും പഴയ ചോദ്യങ്ങൾ ആദ്യം ചെയ്യരുത്. ഏറ്റവും ലേറ്റസ്റ്റ്, ഇന്നലെ ഒരു പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യേണ്ടതാണ്. ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇട്ട ആൾ തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെയും ചോദ്യം ഇടുന്നത്. ഓക്കെ, ഇത്രയും സോഴ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇനി എൻ്റെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ബാച്ച് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഇനി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചുമ്മാതെ വിളിച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തൽക്കാലം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് പാലിച്ചാൽ മതി. രണ്ടാമത്തെ ഒരു വരവും കൂടി ഞാൻ വരും, കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഞാൻ തരാം. ഇതൊരു സ്റ്റഡി പ്ലാൻ ആയിട്ട് വെച്ചോളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കണം. ഓർക്കുക, ഇംഗ്ലീഷിന് 20 മാർക്കാണ്. 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശതമാനം, 20% മാർക്ക് ഇംഗ്ലീഷിനാണ് 100-ൽ. അതുപോലെ മാത്സിനും. അത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നാളെ 7 മണിക്ക് ഞാനും വിശാഖ് സാറും ഡിഗ്രി പ്രിലിംസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലൈവ് വരുന്നു. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, രേഖപ്പെടുത്താം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, കോഴ്സിനെ കുറിച്ചും കമൻറ്റ് ചെയ്യാം. പലരും കോഴ്സിനെ കുറിച്ച്, ആപ്പിൽ വന്നവർ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. അത് നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്യും, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുണപ്രദമായിരിക്കണം, സമയം വിലപ്പെട്ടതാണ്. താങ്ക് യു. വീണ്ടും കാണാം. ഇന്ന് വേറൊരു ക്ലാസ് കൂടെ വരുന്നുണ്ട്, എൻ്റെ 20 ഇംഗ്ലീഷ് ടിപ്സ്. അതും കൂടെ കാണണം കേട്ടോ. ഇന്ന് തന്നെ ഉണ്ട്. 7 മണിക്കും 7:30ക്കും ആയിട്ട് ഈ 2 വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതും കാണണം, കമൻറ്റ് ചെയ്യണം. ബൈ ഫ്രം രഞ്ജിത്ത് ആർക്കിത്തഴോ.